கேரள முதலமைச்சர் பினராயி விஜயன் செய்தியாளர்களை சந்திக்கிறார். பார்க்கலாம். ഫലപ്രദമായി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. നേരത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, ആ അനുഭവം നമുക്കുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രശ്നത്തിൽ കൂടുതൽ നല്ല നിലയിൽ പുനരധിവാസ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ക്യാമ്പ് കുറച്ച് നാൾ കൂടി തുടരേണ്ടതായിട്ട് വരും. ഇപ്പോൾ ക്യാമ്പ് തുടരുമ്പോൾ ആ ക്യാമ്പ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ താമസിക്കുന്നൊരു ക്യാമ്പാണ്. ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിൻ്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ആ ക്യാമ്പ്. അപ്പോൾ ആ ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കുക. ആദ്യം നിങ്ങളോടാണ് പറയാനുള്ളത്, ഒരു ക്യാമ്പിനകത്തേക്ക് നിങ്ങൾ ക്യാമറയായിട്ട് കടക്കാൻ പാടില്ല. കാരണം അതൊരു വ്യത്യസ്ത വീടുകളാണ്, വിവിധ വീടുകളാണ്. നിങ്ങൾക്ക് ആരെയെങ്കിലും കാണണമെങ്കിൽ പുറത്തു വെച്ച് കാണുന്ന നിലയെ സ്വീകരിക്കാം. ക്യാമ്പിന് പുറത്തേക്ക് അവരെ ആരെങ്കിലും വിളിച്ച് കാണുന്നുണ്ടെങ്കിൽ കാണാം. അതേസമയം ക്യാമ്പിനകത്ത് താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നവരുണ്ടാവും. ആ കാണാൻ വരുന്നവരും ക്യാമ്പിനകത്ത് പോയി കാണാൻ പറ്റില്ല. കാരണം ക്യാമ്പിനകത്ത് ആ വീട് മാത്രമല്ല, പല വീടുകളുണ്ട്. അപ്പോൾ പല വീടുകളുടെയും സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ ക്യാമ്പിന് പുറത്ത് ഒരു റിസപ്ഷൻ പോലൊരു സ്ഥലം ഒരുക്കും. അവിടെ വെച്ച് കാണുക, സംസാരിക്കുക, തിരിച്ചു പോവുക. ഈ ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യാമ്പിനകത്ത് തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളടക്കമുള്ള ജനപ്രതിനിധികൾ, അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദം നല്ല രീതിയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആവശ്യമായ കാര്യങ്ങൾ സഹായിച്ച് എത്തിച്ചു കൊടുക്കാൻ അവർ നടപടികൾ എടുക്കുന്നുണ്ട്. നേരിട്ട് സഹായം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ അനുവദിക്കാൻ പറ്റില്ല. അത് ശരിയായ രീതിയല്ല. അപ്പം അത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പിന്നെയൊരു പ്രധാന പ്രശ്നമുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്നാണ് കണ്ടിട്ടുള്ളത്. നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു ക്രമീകരണം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശഭരണ സ്ഥാപനവും കൂടി ഉണ്ടാക്കണം. അത് തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ കുട്ടി ആ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികളെ ഒന്നിച്ചിരുത്താൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുക എന്ന് പറയുന്നത് പ്രായോഗികമാവില്ല. പക്ഷേ വിദ്യാഭ്യാസം മുടങ്ങാനും പാടില്ല. ആ തരത്തിലൊരു ക്രമീകരണം ഉണ്ടാക്കുക. പിന്നീട് സാധാരണ നിലക്കുള്ള ക്ലാസിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് കടക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം ഏറ്റ മാനസികാഘാതമാണ്. അത് പ്രതീക്ഷിക്കാവുന്നതിനെല്ലാം അപ്പുറത്താണ്. അപ്പോൾ ആവശ്യമായത്ര കൗൺസിലിംഗ് അവർക്ക് നൽകണം തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വിവിധ മാനസിക വിദഗ്ധർ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ഇനിയും ആളുകൾ വേണ്ടതായിട്ട് വരും. അതിന് പറ്റിയ ഏജൻസികളെ അടക്കം ഇതിൻ്റെ ഭാഗമാക്കി കാര്യങ്ങൾ നീക്കണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ സ്നേഹപൂർവ്വം അവിടുന്ന് മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലരും അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. ആ ശ്രമം തുടരും. പക്ഷേ ഭക്ഷണം കൃത്യമായിട്ട് അവർക്ക് എത്തിക്കുക എന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ നടപടികളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ട്രൈബൽ പ്രൊമോട്ടർമാരുണ്ട്. അവരെയും കൂടി അതിനായി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുക എന്നാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഒരു മഹാദുരന്തമാണ് സംഭവിച്ചത്. ഈ ദുരന്തത്തിൽ നിന്ന് വേറൊരു ദുരന്തത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഭാഗമായി വരാനിടയുള്ള മറ്റൊരു ദുരന്തം പകർച്ചവ്യാധിയാണ്. അപ്പോൾ പകർച്ചവ്യാധി തടയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെല്ലാവരും സഹകരിക്കണം. അതിനാവശ്യമായ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും അംഗീകരിച്ചു പോകണം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലം, അവിടെ ആളുകൾ തടിച്ചുകൂടൽ, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം.
ഇപ്പോൾ യോഗത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വന്നൊരു നിർദ്ദേശം, ഈ ബോഡി തിരിച്ചറിയുന്നതിന് ബന്ധുക്കൾ ചെല്ലുമല്ലോ, അവിടെയും അനാവശ്യമായിട്ട് ആളുകൾ തള്ളിക്കയറുകയാണ്. അപ്പോൾ അവിടെ ബന്ധുക്കളായിട്ടുള്ളവർ പോയി കാണുക എന്നല്ലാതെ മറ്റുള്ളവർ തള്ളിക്കയറി നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്രമീകരണം പൊതുവേ നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ മനുഷ്യർ മാത്രമല്ല, ധാരാളം വീട്ടുമൃഗങ്ങൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി വരുന്ന ദുരന്തമുണ്ട്. അതും കൃത്യമായി സംസ്കരിക്കാനാവണമെന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പ്രവർത്തനം ഏതാനും ദിവസം കൊണ്ടോ ഏതാനും ആഴ്ച കൊണ്ടോ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കുറച്ച് നാളെടുത്ത് ഈ പ്രശ്നമാകെ പരിഹരിക്കേണ്ടതായിട്ട് വരും. അപ്പം അതിന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ തന്നെ ഒരു 12ഓളം മന്ത്രിമാരിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങളതിൽ കാണുന്നത് ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ റവന്യൂ മിനിസ്റ്റർ, നമ്മുടെ വനം വകുപ്പ് മന്ത്രി, PWD ടൂറിസം മന്ത്രി, SC/ST മന്ത്രി, ഇങ്ങനെ 4 മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ തുറന്ന് ഏകോപിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട്. അതോടൊപ്പം ഇപ്പം തന്നെ പ്രത്യേക ചുമതലയായി ഇവിടെ ശ്രീറാം സാംബശിവറാവു IAS ചുമതലയേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം തുടരും. കൗശികൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായവും ഇവിടെ തുടരുന്നതാണ്. ആ തരത്തിലൊരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി വീടാകെ നഷ്ടപ്പെട്ടു പോയപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. ആ സർട്ടിഫിക്കറ്റുകൾ നേരത്തെയും ഇത്തരം ചില ദുരന്തങ്ങൾ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ പുനഃസൃഷ്ടിച്ചു കൊടുത്തിരുന്നു. ആ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പൊതുവെ നടന്ന പ്രവർത്തനങ്ങളിൽ പൊതുവിൽ ഇത്തരമൊരു ദുരന്തമുഖത്ത് നടത്താൻ കഴിയുന്ന പ്രവർത്തനം നടത്തി എന്നൊരു സംതൃപ്തിയാണ് ആളുകൾക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇനിയും അതേ രീതിയിൽ തുറന്ന് ഏകോപിതമായി പ്രവർത്തനം നടത്തി പോകണം. അതിന് എല്ലാവരും ഒന്നിച്ചുണ്ട് എന്ന വാഗ്ദത്വവുമാണ് ഇവിടെ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് നിങ്ങളെടുത്ത് പങ്കുവെക്കാനുള്ളത്. അത് ഈ ഇവിടെ തന്നെ അഭിപ്രായങ്ങൾ വന്നു. വാടക വീട് അത്രയധികം കിട്ടാൻ ഇവിടെ ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം തന്നെ വന്നു. അതൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാണത്. ഇപ്പം നമ്മൾ തൽക്കാലം വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇതൊന്നും ഒഴിവാക്കപ്പെടുന്നതല്ല, എല്ലാം പരിശോധിക്കുന്ന കാര്യമാണ്. അല്ല, അത് മറികടക്കേണ്ടവരാണല്ലോ മറികടക്കേണ്ടത്. നമ്മൾ ദേശീയ ദുരന്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, തടസ്സക്കാരല്ലേ അത് പറയേണ്ടത്. ഞങ്ങൾ ഇപ്പോൾ തടസ്സമായിട്ടല്ല പറയുന്നത്. ഇത് വേണമെന്നല്ല, നമ്മൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ശ്രമം തുടരേണ്ടതുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രദേശത്ത് ആ പ്രദേശത്ത് മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുന്നു. അത് അതിൻ്റെ കെട്ടിടങ്ങളുണ്ട്, ആ കെട്ടിട അവശിഷ്ടങ്ങളുണ്ട്, അതിനടിയിൽ ആളുകളുണ്ടോ എന്നുള്ളത് ഇതെല്ലാം നോക്കണ്ടേ. ഇപ്പോഴല്ലേ മെഷീനറി അങ്ങോട്ട് നീങ്ങുന്നുള്ളൂ. ആ പ്രവർത്തനങ്ങൾ തുടരും. ക്യാമ്പയിൻ സോഷ്യൽ
മീഡിയയിലും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? അതൊക്കെ എന്താണെന്നറിയോ, ഈ നമ്മൾ കാണേണ്ടത് നമ്മളിവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പൊതുവേ നടക്കുകയാണ്. ഇപ്പോൾ ഒരു ക്യാമ്പിൽ ഇവിടെ ഉണ്ടായ ഒരു അനുഭവമാണ് ഈ യോഗത്തിൽ വന്ന ഒരു அனைத்து അഭിപ്രായമാണ് கட்சி ഞാൻ கூட்டத்திற்கு പറഞ്ഞത്. பிறகு கேரள முதலமைச்சர் பினராயி விஜயன் பேசி അയാൾ ആ ക്യാമ്പിൽ வருகிறார். എല്ലാ സ്ഥലത്തും പോയി. மீட்க எடுக்கப்பட்டு வரும் நடவடிக்கைகள் குறித்தும் மீட்கப்பட்டோருக்கு கொடுக்கப்படக்கூடிய എന്നൊക്കെ ചോദിച്ചു, ഒന്നുമില്ല. சலுகைகள் குறித்தும் அவர் பேசி வருகிறார்.